നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം ഇന്ന്. കഴിഞ്ഞ ദിവസം നടന്ന സാമ്പിൾ വെടിക്കെട്ട് ചമയ പ്രദർശനം വൈവിധ്യവും പ്രൗഢിയും വിളിച്ചോതുന്നതായിരുന്നു. സാമ്പിൾ വെടിക്കെട്ടും ചമയ പ്രദർശനവും കാണാൻ പൂരനഗരിയിലേക്ക് പതിനായിരങ്ങളാണ് എത്തിയത്. ഇന്നലെ നെയ്തലക്കാവ് ഭഗവതി പൂരവിളംബരം നടത്തി തട്ടകത്തേക്ക് മടങ്ങി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ എറണാകുളം ശിവകുമാർ ഭഗവതിയുടെ തിടമ്പേറ്റി. രാവിലെ ആറാട്ടിന് ശേഷമാണ് നെയ്തലക്കാവിലമ്മ എറണാകുളം ശിവകുമാറിന്റെ തിടമ്പേറി വടക്കുംനാഥ സന്നിധിയിലേക്ക് പുറപ്പെട്ടത്. പാറമേക്കാവ് വഴി തേക്കിൻകാട് കയറിയ നെയ്തലക്കാവിലമ്മ മണികണ്ഠനാലിലെത്തി. അവിടെ നിന്ന് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തി. പ്രദക്ഷിണ വഴിയിലൂടെ വടക്കുംനാഥനെ വലം വെച്ച് 12 മണിയോടെ തെക്കേ ഗോപുരം തുറന്ന് പുറത്തിറങ്ങി. ഇന്ന് രാവിലെ കണിമംഗലം ശാസ്താവിന്റെ പൂരമാണ് ആദ്യമെത്തുക. പിന്നാലെ ഘടകപൂരങ്ങളുടെ വരവായി. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിന് രാവിലെ 10:30 തുടക്കമാകും. കോങ്ങാട് മധു പഞ്ചവാദ്യം നയിക്കും. ഉച്ചയ്ക്ക് 12-നാണ് പാറമേക്കാവിന്റെ പൂരപ്പുറപ്പാട്. ഉച്ചയ്ക്ക് 2-ന് ഇലഞ്ഞിത്തറ മേളം. കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണിയാകും. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടന്മാരാർ തിരുവമ്പാടിയുടെ മേളപ്രമാണത്തിന് നെടുനായകത്വം വഹിക്കും. ചരിത്രപ്രസിദ്ധമായ കുടമാറ്റം വൈകിട്ട് 5-ന് നടക്കും. രാത്രി പൂരങ്ങൾ ആവർത്തിക്കും. ശനിയാഴ്ച പുലർച്ചെ 3-ന് വെടിക്കെട്ട്, തുടർന്ന് തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും പകൽപൂരം. അന്നുച്ചയ്ക്ക് 12-ഓടെ വടക്കുംനാഥന് മുന്നിൽ ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിയും. 30 മണിക്കൂറിലേറെ നീളുന്ന പൂരം ഇതോടെ സമാപിക്കും. അതേസമയം ആനപ്രേമികളുടെ ആവേശമായ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന് തൃശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. സെൻട്രൽ സർക്കിൾ സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ അനുമതിക്കായി ശുപാർശ ചെയ്തു. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റുക തെച്ചിക്കോട്ട് രാമേന്ദ്രനാകും. ആന ഉടമകളുടെ സമ്മർദ്ദമാണ് രാമചന്ദ്രനെ പൂരത്തിൽ പങ്കെടുപ്പിക്കാനുള്ള വഴിയൊരുക്കിയത്. വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പരിശോധിച്ചിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത്. രാമചന്ദ്രന് കാഴ്ച പരിമിതിയുള്ളത് ഫിറ്റ്നസ് കിട്ടാൻ തടസ്സമാകുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.